എല്ലാരും വാ മാം. Good morning, all. Good morning. ഗുഡ് മോർണിംഗ്. എല്ലാരും വീഡിയോയിൽ വാടാ. നമ്മുടെ ലീഡർ എവിടെയാണ്? ഒന്ന് കാണട്ടെ. ലീഡർ ഇവിടെ ഉണ്ട്. എന്തിനാവോ ലീഡറെ ക്യാമറ ഓഫ് ചെയ്യരുത് കേട്ടോ, ഇല്ല ഞങ്ങൾ ഓഫ് ചെയ്യും. നന്നായിട്ട് മിസ് ഓടിക്കും ക്ലാസ് ടൈമിൽ ക്യാമറ ഓണാക്കി ടൈമില് നമുക്ക് ഓഫ് ചെയ്യാം. മിസ് വരുമ്പോ ഇങ്ങനെ ഇരിക്കാം. വരുമ്പോ ഓഫ് ചെയ്തോട്ടാ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഓഫ് ചെയ്യാന്ന്. മ്യൂട്ട് ആക്കിയിട്ട് എന്താ ക്യാമറ ഓൺ ചെയ്താൽ മിസ് ഒന്നും പറയില്ല, നമ്മൾ കാണല്ലേ, അല്ലാണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ. മിസ്സിനോട് ചോദിച്ചിട്ട് ചെയ്തോ, പെർമിഷൻ ചെയ്തോ. ക്ലാസ് ടൈമില് ആതിര മിസ് ഒന്നും പറയില്ല, മിസ്സിന് ഇഷ്ടമാ അത്. ക്ലാസ് ടൈമില് ഡിസ്റ്റർബൻസ് പാടില്ലല്ലോ, കോൺസെൻട്രേഷനെ ബാധിക്കും. പ്രസന്റ് ചെയ്യുമ്പോ ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും, നമ്മൾ ഓണാക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മോർണിംഗ്. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പ്രയർ. പ്രയർ. പ്രയർ ആയില്ല. തസ്നിയാണ് മിസ്. പഠിക്കൂ. പാടുന്നില്ലേ? ഞാൻ പാടും. ദൈവമേ നിന്റെ ദിവ്യ കാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യ കാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നേണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നേണം. ഇരുളിൽ ദീപമായി തെളിയണം എന്നും തുണയായി നീ കൂടെ പോരേണം. ഇരുളിൽ ദീപമായി തെളിയണം എന്നും തുണയായി നീ കൂടെ പോരേണം. ദൈവമേ നിന്റെ ദിവ്യ കാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. താങ്ക് യു. Okay. Topics today. Never help a child with a task at which he feels he can do it. Maria Montessori. Thank you, ma'am. Okay.
നമ്മളെ യൂണിറ്റ് എനിക്ക് സോറി സൈനിങ് ഉണ്ടോ? സൈനുണ്ട് മാം, ഞാനാണ്. ഗുഡ് മോർണിംഗ് മാം. ഞാനൊരു ചെറിയ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ഏട്ടനും അനിയനും കൂടി കടൽ തീരത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോ അവർക്കുള്ളിൽ എന്തോ ഒരു പ്രശ്നം കാരണം ഏട്ടൻ വന്ന് അനിയന് ഒരു തല്ലു കൊടുത്തപ്പോ അവൻ അത് മണലിൽ അങ്ങോട്ട് എഴുതി വെച്ചു. അതേപോലെ പിറ്റേ ദിവസം അതേപോലെ നടന്നു വരുമ്പോ അനിയൻ വന്ന് പെട്ടെന്ന് കടലിന്റെ ഉള്ളിൽ വീണപ്പോ ഏട്ടൻ അവനെ രക്ഷിച്ചപ്പോ അവൻ അതില് കല്ലിൽ എഴുതി വെച്ചു. രക്ഷിച്ച ആ ഒരു മൊമെന്റിന് അവൻ കല്ലിൽ എഴുതി വെച്ചു. അപ്പോ ഏട്ടൻ ചോദിച്ചു, നീ ഇന്നലെ എന്താ അത് മണലിൽ എഴുതിയത്, ഇന്ന് എന്താ ഇത് കല്ലിൽ എഴുതി വെച്ചെന്ന് ചോദിച്ചു. അപ്പോ അനിയൻ പറഞ്ഞു, മറ്റുള്ളവര് നമുക്ക് തിന്മകൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മണലിൽ എഴുതി വെക്കണം. നമുക്ക് നല്ലത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ത് നമുക്കൊരു ഉപകാരമായിട്ടെ എന്തൊരു ഹെൽപ്പ് ആവട്ടെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കാതെ അത് മാഞ്ഞു പോവാത്ത രീതിയിൽ കല്ലിൽ എഴുതി വെക്കണം എന്ന് അവൻ പറഞ്ഞു. അപ്പൊ മറ്റുള്ളവര് എന്ത് തെറ്റോ എന്ത് തിന്മകൾ ചെയ്താലും അത് മറന്നിട്ട് നല്ലത് മാത്രം മനസ്സിൽ വെക്കണം എന്നൊക്കെ ഈ കഥയുടെ ഉള്ളടക്കം. താങ്ക് യു മാം. സ്വാഗതം മാം. താങ്ക് യു സോ മച്ച്. സൈൻ ഇൻ ബൈ യു. Okay, thank you. Morning to all. ഗുഡ് മോർണിംഗ് മാം. നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ ക്യാമറ ഓൺ ചെയ്താൽ ഞങ്ങൾ കാണില്ല. എല്ലാവരും കാണാം കേട്ടോ. ഞാനിവിടെ ഇരിക്കായിരുന്നു ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോ. എല്ലാവരും ഓൺ ചെയ്ത് നല്ല വർത്താനം. ഈ ഷെറീനൊക്കെ ആദ്യമായിട്ട് കണ്ടതാ, ഞാൻ കണ്ടിട്ടില്ല. ക്യാമറ ഓൺ ചെയ്ത് കണ്ടതായി ഓർക്കുന്നില്ല. ഇല്ല മാം, ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. Then unit 8, good manners. വോളിയം ആരും ആക്കിയിട്ടുണ്ടോ? ഭയങ്കര ഡിസ്റ്റർബൻസ്. ഫോൺ മ്യൂട്ട് ആക്കാൻ പറ്റില്ലടോ. മാമിന്റെ അല്ല, വേറെ ആരെങ്കിലും മൈക്ക് ഓൺ ആണെങ്കിൽ മ്യൂട്ട് ആക്കണേ. യെസ്, ഗുഡ് മാനേഴ്സ്. എന്താണ് ഗുഡ് മാനേഴ്സ്? നല്ല പരിപാടി. യെസ്, നിങ്ങൾ എല്ലാവരും ആണോ? നിങ്ങൾ എല്ലാവരോടും നല്ല രീതിയിൽ മര്യാദയാണ് സംസാരിക്കുന്നത്. സുലൈഖ എന്താ? മാം എനിക്ക് വേറെ വോളിയം വരുന്നുണ്ട്. എല്ലാവർക്കും ഇല്ല, എന്റേത് മാത്രമാണോ അങ്ങനെ വരുന്നുണ്ട്? സൗണ്ട് ഉണ്ട് വേറെ. നമുക്ക് മോണ്ടിസോറിൽ ഒരു കാരണവശാലും മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ മൈക്ക് ഓൺ ആണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടാണ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഇന്ററാക്ഷൻ ക്ലാസ് അല്ലേ, അതങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചേരം ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്കുക. ശബ്ദം കുറയാണെങ്കിൽ പറയാട്ടോ. imitate good manners. Manners with a friend. ഇപ്പൊ ഇവിടെ ഗുഡ് മാനേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, മര്യാദ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടതല്ല. ഇത് സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് വരേണ്ടതാണ് അല്ലെ? ആരോടായാലും, ഇപ്പൊ വീട്ടിലായാലും അല്ലെങ്കിൽ നമ്മൾ പുറത്തായാലും എന്താണ്, നമ്മളത് നന്നായിട്ട് ബിഹേവ് ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര മോശമുള്ള സ്വഭാവമുള്ള ആളാണെങ്കിൽ പോലും മറ്റൊരാളോട് ഒരിക്കലും നമ്മളത് കാണിക്കാൻ പാടില്ല അല്ലെ? ഇപ്പൊ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരിക്കലും നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധി പോരായ്മകളോ അല്ലെങ്കിൽ നമ്മൾക്കുള്ള ദേഷ്യങ്ങളോ ഒന്നും മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടായിരിക്കരുത് നമ്മൾ സംസാരിക്കേണ്ടത്. എത്ര മോശമായ സിറ്റുവേഷൻസ് ആണെങ്കിലും ഒന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ എന്താണ്, കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം. ചിലവരോട് നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ടല്ലോ. അതൊരു മര്യാദ കേടാണ് പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്
മോശം ബിഹേവിയർ തന്നെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് നമ്മൾ ഭയങ്കര ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ സംസാരിക്കും അല്ലെ. ഇപ്പൊ വീട്ടുകാരോടായിക്കോട്ടെ പുറത്തുള്ളവരെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മോശമായിട്ട് പെരുമാറുന്നത് എനിക്ക് തോന്നുന്നത് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാല് അല്ലെ. ബസ്സിൽ കയറി കഴിഞ്ഞാൽ കണ്ടക്ടറോട് എത്ര മര്യാദയായിട്ട് നിങ്ങൾ സംസാരിക്കാറുണ്ട്? ഒരാളെങ്കിലും പറയാവോ? കണ്ടക്ടറോട് നല്ല മര്യാദക്ക് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ചില്ലറ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ദേഷ്യം കയറും അല്ലെ. ചേഞ്ച് കൊടുക്കാൻ ചില്ലറ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം കയറും, അയക്കും ദേഷ്യം കയറും. ചിലപ്പോ അയാൾ ചിലപ്പോൾ കാണിച്ചെന്നിരിക്കില്ല, പക്ഷെ നമ്മൾ കാണിക്കും. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടായത്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക്, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോ ചീറ്റ് എടുക്കുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെ. എത്ര നേരം സമയം നിൽക്കേണ്ടി വരും. ആദ്യം നമ്മുടെ ഇടയിൽ വേറൊരാൾ കയറിയോ എന്നല്ലേ നമ്മൾ പുറകെ. ചിലപ്പോൾ ഒരു വയ്യാത്തൊരു സ്ത്രീ ആയിരിക്കാം, അവര് വന്നാലും ചിലപ്പോ ഒന്നും നിന്ന് കൊടുക്കുകയൊന്നുമില്ല, മാറിയൊന്നും കൊടുക്കില്ല, പ്രായമുള്ള ആളാണൊന്നും നോക്കാറൊന്നുമില്ല അല്ലെ. ചില കേസസിൽ ചില സമയത്ത് ചെയ്യാം. അതൊക്കെ എന്താണ്? ഗുഡ് മാനേഴ്സിൽ വരുന്ന കാര്യങ്ങളല്ല അല്ലെ. മാനേഴ്സ് ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ബിഹേവിയർ ആണ്. ബിഹേവിയറിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാവണം? നല്ല മര്യാദ രൂപപ്പെടുന്നത്. ഓക്കെ. ഇപ്പൊ വീട്ടിലായാലും പുറത്തായാലും നമ്മള് നല്ല മാനേഴ്സോട് കൂടിയായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. നമ്മളെ കണ്ട് പഠിച്ച് മറ്റൊരു തലമുറ നമ്മുടെ പുറകെ വരുന്നുണ്ട്. നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മളെ കുട്ടികൾ കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും മോശമായ മാനേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും അത് നമ്മൾ മാറ്റേണ്ടതാണ് കേട്ടോ. അങ്ങനെ ആരോടും ഒരു ഇത് വേണ്ട, എല്ലാവരോടും ഒരേപോലെ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. നമ്മുടെ ദേഷ്യവും വാശിയൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. ഒരിക്കലും മറ്റൊരാളിലേക്ക് പ്രൊജക്ട് ചെയ്യിപ്പിക്കരുത്. നമ്മൾ ഇത്രയും സൈക്കോളജി ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ഈ ബിഹേവിയറിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഫോൾട്ടാണ്? നിങ്ങളുടെ ഫോൾട്ടാണ് കേട്ടോ. ഓക്കെ. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞല്ല കേട്ടോ, അങ്ങനെ നമ്മൾ ആകണം എന്ന് പറഞ്ഞാണ്. ഓക്കെ. യെസ്. ഇപ്പൊ ഇവിടെ ഗുഡ് മാനേഴ്സ് 3 രീതിയിൽ പറയുന്നുണ്ട്. മൂന്നല്ലല്ലോ, യെസ്, 3 രീതിയിലാണ് പറയുന്നത്. ഒന്ന് മാനേഴ്സ് വിത്ത് ദ ഫ്രണ്ട്, ബാത്റൂം മാനേഴ്സ്, ബെഡ്റൂം മാനേഴ്സ്, ജനറൽ മാനേഴ്സ്. 4 ഓക്കെ. നോക്കൂ, മാനേഴ്സ് വിത്ത് ദ ഫ്രണ്ട്. ഒരു ഫ്രണ്ടിനോട് നമ്മൾ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്? നമ്മളൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിരിക്കും അല്ലെ. കേൾക്കുന്നില്ലേ നിങ്ങൾ ആരും ക്ലാസ്? നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും, അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. എന്നാൽ കൂടിയും നമുക്ക് എന്ത് വേണം? അവനോട് ഭയങ്കര നമ്മൾ ഫ്രീ ആയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ അവനോട് എങ്ങനെയായിരിക്കണം? മാനേഴ്സോട് തന്നെ ആയിരിക്കണം. നമ്മൾ എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും എന്താണ് നമ്മൾ കൊടുക്കേണ്ട മാനേഴ്സ് അവർക്ക് കൊടുത്തേ മതിയാവും അല്ലെ. ഫ്രണ്ട് എന്നും ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ഫ്രണ്ട് എന്നും ഫ്രണ്ടായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളിൽ നിന്നും എന്തുണ്ടായിരിക്കണം? നമ്മൾ നല്ല രീതിയിൽ അയാളെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ. ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് എന്താണ് മാനേഴ്സ് കാണിക്കുക എന്ന് പറയുന്നത്. Manners is the friend. Friend in need is a friend in need. Good friend is must for everybody. So we have good friends and maintain the friendship even with an empathetic mind. Teacher should assert the importance of good friendship and give some instructions on how to maintain friendship through manners. ഫ്രണ്ട് അന്നും ഒരു ഫ്രണ്ട് തന്നെയാണ് അല്ലെ. ഫ്രണ്ട് നല്ലൊരു ഫ്രണ്ടായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിനോട് എങ്ങനെയായിരിക്കണം? ഗുഡ് ബിഹേവിയർ കാണിക്കും അല്ലെ. ഗുഡ് മാനേഴ്സ് കാണിച്ചാൽ മാത്രമേ നല്ല ഫ്രണ്ട്ഷിപ്സ് വരെ ഉണ്ടാവുള്ളൂ. സോ വി ഹാവ് ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് നല്ല ഫ്രണ്ട്സ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല ചൈൽഡ്ഹുഡ് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്സ് ഉള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. ഫ്രണ്ട്സ് ഉണ്ടായിരിക്കില്ലേ നിങ്ങൾക്ക്? ഉണ്ടായിരിക്കും. ഓക്കെ. യെസ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കാലം നിലനിർത്തിയതിന്റെ കാരണം എന്തായിരുന്നു? എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? മൈക്ക് ഓൺ ചെയ്യണം കേട്ടോ. എല്ലാരും കൂടി ചാടിക്കാൻ ഉത്തരം പറയരുത്, ഒരാൾ പറയാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം ഇത്രയും നാൾ നിലനിൽക്കാനുള്ള കാരണം? കീപ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. മാനേഴ്സ് കീപ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. വെരി ഗുഡ്. മാനേഴ്സ് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ തിരിച്ച് അവര് നമ്മളോട് കാണിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്.
അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ടീച്ചേഴ്സ് ഷുഡ് അസേർട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഗീവ് സം ഇൻസ്ട്രക്ഷൻസ് ഓൺ ഹൗ ടു മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്പ് ത്രൂ മാനേഴ്സ്. ടീച്ചേഴ്സ് സൗഹൃദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ ക്ലാസ് റൂമിലെ മറ്റ് ടോപ്പിക്സ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഒരു അവസരത്തിൽ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ ഇമ്പോർട്ടൻസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു വാട്സപ്പിലുള്ള ഒരു കോണ്ടാക്ട്സ് മാത്രമേ ഉള്ളൂ അല്ലെ, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. സൗഹൃദം എന്താണെന്നുള്ളത് കുട്ടികൾ തിരിച്ചറിയണമെങ്കിൽ അത് സൗഹൃദം എന്നും നിലനിൽക്കേണ്ട ഒന്ന് തന്നെയാണ് അല്ലെ നമുക്ക്. അപ്പൊ അത് നിലനിർത്താനായിട്ട് എന്താണ് ഒരു നല്ല സൗഹൃദം എന്നതിനെ കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് കൊടുക്കാം. അതിന് ക്ലാസ് എടുത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അത്രയും നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിരിക്കണം. നമുക്ക് ആ ഒരു സൗഹൃദത്തിന്റെ വില അറിയാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കൺവീനിയന്റ് ആയിട്ട് അവരോട് പറയാൻ സാധിക്കും. ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എപ്പോഴും സൗഹൃദങ്ങൾ നല്ലതാണ് അല്ലെ. പക്ഷെ ചില അവസരങ്ങളിൽ അതെന്താണ് ഒരേപോലെ തന്നെ ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടാവാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും നല്ല രീതിയിലായിരിക്കണം. അതായത് ആരെയും നമ്മൾ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. അപ്പൊ കൂട്ടുകാരാണെങ്കിലും നമ്മൾ പിടിച്ചെടുത്തരുത്. നമ്മളുടെ കൂടെ നിൽക്കാനുള്ളവരാണെങ്കിൽ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് സൗഹൃദത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ അവരെല്ലാം നമ്മുടെ മോശം സിറ്റുവേഷൻസിലും അല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കൂടെ നിൽക്കുകയും ചെയ്യും. ഇൻ കേസ് നമ്മളിപ്പോ ഒരു മോശം സ്വഭാവം കാണിച്ചാലും നമ്മളോട് അത്ര ഇഷ്ടമുള്ളതെന്ന് ചിലപ്പോ എന്താണ് അവരത് അക്സെപ്റ്റ് ചെയ്തിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ഇത് ആവർത്തിച്ച് കഴിഞ്ഞാലോ, ഈ ഒരു മോശ സ്വഭാവം നമ്മളുടെ ഫ്രണ്ടിനോട് എപ്പോഴും ആവർത്തിച്ച് കഴിഞ്ഞാലോ അവര് കൂടെ ഉണ്ടാവില്ല അല്ലെ. യെസ്, ആരും തന്നെ കൂടെ, അവരെന്നല്ല നമ്മൾ ആരോടോ കാണിക്കുന്ന അവരാരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ നല്ല മര്യാദയോട് കൂടി നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുക. പിന്നെ എന്താണ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ഈ സൗഹൃദം നിലനിർത്തേണ്ട ഇൻസ്ട്രക്ഷൻസും അധ്യാപകര് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും? എങ്ങനെയാണ് നിലനിർത്താൻ സാധിക്കുന്നത്? അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടെ നിൽക്കുക. അതാണ് നമ്മൾ വേണ്ടത്. ഒരിക്കലും പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സൗഹൃദവും ഒരിക്കലും നല്ലതല്ല കേട്ടോ. പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സൗഹൃദം ഒരിക്കലും നല്ലതല്ല. അതായത് നമ്മുടെ മുന്നിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, പക്ഷെ നമ്മളില്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മളുടെ പോരായ്മകൾ, നമ്മളുടെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അത് ഒരു കൺവീനിയന്റ് ഒരു പബ്ലിക് പ്ലേസിൽ ചിലപ്പോൾ അവതരിപ്പിച്ചെന്നിരിക്കും. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഒരിക്കലും നല്ലതല്ല. അപ്പൊ അങ്ങനെയുള്ളവർ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ദൈവം അങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട്, നമ്മുടെ കൂടെ നിൽക്കാനുള്ള ആൾക്കാരെ മാത്രമേ നമ്മുടെ കൂടെ നിർത്തുള്ളൂ. അല്ലാത്തവരെ നമ്മളിൽ നിന്നും സ്പെക്ട് ചെയ്യിപ്പിക്കരുത്. നമ്മളുടെ കൂടെ നിൽക്കേണ്ടവരെ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർ ദൈവമായിട്ട് തന്നെ അത് മാറ്റും. അതങ്ങനെയാണ് കേട്ടോ. അപ്പൊ യെസ്, പേജ് നമ്പർ ഒന്ന് പറയാവോ? പേജ് നമ്പർ ഒന്ന് പറയാവോ? യൂണിറ്റ് 8 നോക്കിയാൽ മതി കേട്ടോ. യെസ്, അപ്പൊ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മള് പാഠഭാഗത്തേക്കാൾ കൂടുതൽ മറ്റു കാര്യങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ സൗഹൃദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഒക്കെ നമ്മൾ സംസാരിക്കില്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ മര്യാദയും ഗുഡ് മാനേഴ്സിന്റെ പ്രാധാന്യം പറയുന്നതോടൊപ്പം തന്നെ നല്ല സൗഹൃദം എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, നല്ല സൗഹൃദത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പൊ നല്ല സൗഹൃദത്തിന്റെ അടിസ്ഥാനം ഗുഡ് മാനേഴ്സ് തന്നെയാണ് അല്ലെ. ഗുഡ് മാനർ, നമ്മുടെ മര്യാദ മാറുന്നതിന്, നമ്മുടെ ബിഹേവിയർ മാറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഇല്ലാതായി മാറുന്നത്. ഓക്കെ, യെസ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് മാനേഴ്സ് വിത്ത് ദ ഫ്രണ്ട്. ഒരു ഫ്രണ്ടിനോടുള്ള മാനേഴ്സിന്റെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വരുന്ന അടുത്ത മാനേഴ്സ് ആണെന്ത്? ബാത്റൂം മാനേഴ്സ്. While taking bath, how to behave is a must every day. Using others' soft towels, dip peers are bad, cartography on the walls, drawing pictures on the bathroom door, and putting waste are too bad. So correct the students and give the right instructions while they go to the bathroom and toilets. Give strict commands when you send the students for the intervals. നമ്മള് കുട്ടികളെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട മറ്റൊരു ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ നല്ലൊരു മാനേഴ്സ് ആണ് എന്ത്? ബാത്റൂമിൽ കുട്ടികൾ കീപ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബാത്റൂം എന്ന് പറയുന്ന ഒരു ബാഡ് പ്ലേസ് ആണ്. അവിടെ എന്ത് വൃത്തികേടും കാണിക്കാം, അല്ലെങ്കിൽ എന്തോ മോശമായ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്നില്ല. എന്ത് വൃത്തികേട് വാളായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്കത് മോശമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒരു കോൺസെപ്റ്റ് ചില കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് സ്കൂളിന്റെ ബാത്റൂം ഒക്കെ
വീട്ടിൽ പിന്നെങ്കിലും നോക്കിയെങ്കിലും എന്താണ് വീട്ടിലമ്മ ചീത്ത പറയുന്ന മുമ്പ് ചിലപ്പോൾ ബാത്റൂം നോക്കുകയാണെങ്കിൽ സ്കൂളിൽ മിക്ക കുട്ടികളൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലെ. മറ്റുള്ളവർ യൂസ് ചെയ്ത സോപ്പുകൾ യൂസ് ചെയ്യും. പിന്നെ എന്താണ് ഡിപ്പിയേഴ്സ് ആർ ബാഡ്. ഡിപ്പ് എന്താണ്? ഡിപ്പിയേഴ്സ് ആർ ബാഡ് എന്ന് പറയുന്നത് പിയേഴ്സ്. പിയേഴ്സ് എന്താണ്? ഡിപ്പിയേഴ്സ് ആർ ബാഡ്. ഡിപ്പ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? ഡിപ്പ് ചെയ്യാന്ന് വെച്ചാൽ മുക്കാന്നല്ലേ മാം? അതിലോട്ട് ഇങ്ങനെ കൈ ഇടുക, ഇതിനകത്ത് അതെ തന്നെ. അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ചിലപ്പോ വെള്ളം നിറച്ച് ബക്കറ്റ്സിൽ വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് അതിലൊക്കെ എന്താണ് കൈ ഇടുക. അതൊക്കെ അത് നമ്മൾ ടോയ്ലറ്റ്സിൽ ടച്ച് ചെയ്യാൻ പറ്റാത്ത കുറെ ഭാഗങ്ങളുണ്ട് അല്ലെ. അത് കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ അവരെല്ലാത്തിലും പോയി എന്താണ് ചിലപ്പോ കൈയിട്ട് ഇളക്കും അല്ലെങ്കിൽ കൈ വെച്ച് വലിക്കും. അതായത് ടച്ച് ചെയ്യരുത് എന്ന് നമ്മള് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് ബാത്റൂം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് തോന്നിയ പോലുള്ള ഒരു രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ പിന്നീട് ടോയ്ലറ്റിൽ നൽകുന്ന സമയത്ത് ചിലപ്പോൾ കൈയൊന്നും വാഷ് ചെയ്യില്ല. അപ്പൊ ആ ബാത്റൂമിലുള്ള ടോയ്ലറ്റ്സിൽ ആ വെള്ളം തന്നെയായിരിക്കും കയ്യിലുണ്ടാണെങ്കിൽ അതിന് ആവശ്യമില്ലാത്ത സോപ്പ് അല്ലെങ്കിൽ ബാക്കി വന്ന സോപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പതയൊക്കെ ഉണ്ടാക്കി കളിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ബാഡ് ഹാബിറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ കാണുന്നില്ല, അതിനകത്താണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ബാഡ് ഹാബിറ്റ് കാണിക്കുന്നതാണ് എന്താ? കാക്കോഗ്രാഫി ഓൺ ദ വാൾസ്. വാട്ട് ഈസ് കാക്കോഗ്രാഫി? കാക്കോഗ്രാഫി എന്താണ്? എഴുതിക്കൂട്ടുക. ആ, എഴുതിക്കൂട്ടുക. അതായത് കുത്തി വരയ്ക്കാന്നൊക്കെ പറയില്ലേ നമ്മള് വാൾസില്. അതായത് നമുക്ക് ഡിഫിക്കൽട്ട് ടു റീഡ് ആണ്, നമുക്കത് വായിക്കാൻ പറ്റില്ല. അതായത് മോശമായിട്ടുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ മോശം മീൻസ് അവരെന്തൊക്കെയോട്ട് കാണിക്കും, മോശമായ രീതിയിലാണെങ്കിൽ നല്ല കുത്തി വരച്ചൊക്കെ ഇട്ടായിരിക്കും വാളിലെടുക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണാറുണ്ട്. പിന്നെ ഡ്രോയിങ് പിക്ചേഴ്സ് ഓൺ ദ ബാത്റൂം. പിക്ചേഴ്സ് വരയ്ക്കാറുണ്ട്, പടങ്ങൾ വരച്ചിട്ട് ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വരച്ചിടുന്നു. അതൊക്കെ എന്താണ് ബാത്റൂമിനകത്ത് കയറുമ്പോഴാണ് കുട്ടികൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് പുട്ടിങ് വേസ്റ്റസ് ആർ ടു ബാഡ്. എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് എന്തിലിടും? ബാത്റൂമിലിടും. ഇത്തരം കാര്യങ്ങൾ കുട്ടികള് മിക്ക സ്കൂളുകളിലും, നിങ്ങൾ സ്കൂളിന്റെ ബാത്റൂംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില സ്കൂൾ ഭയങ്കര മോശമായിട്ടായിരിക്കും ടോയ്ലറ്റ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കുട്ടികളെ നല്ല രീതിയിൽ അത് പരിപാലിക്കുന്നില്ല. മറ്റുള്ള സ്റ്റാഫുകൾ അത് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികൾ കയറിയാണ് അത് വൃത്തികേടാക്കുന്നത് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടീച്ചേഴ്സ്മാർക്ക് അറിയാൻ പറ്റും. ഭയങ്കര മോശമായിട്ട് ചില കുഞ്ഞുങ്ങൾ ബാത്റൂം യൂസ് ചെയ്യാറുണ്ട്. ഫ്ലഷ് ചെയ്യില്ല ബാത്റൂം, യൂറിൻ പാസ് ചെയ്ത് ഫ്ലഷ് ചെയ്യാതെ പോകും. അപ്പൊ അങ്ങനെ എത്രയോ കുട്ടികൾ അങ്ങനെ ഫ്ലഷ് ചെയ്യാതിരുന്ന ടോയ്ലറ്റിൽ ബാഡായിട്ടുള്ള സ്മെല്ല് വരും. അപ്പൊ ഇത്തരം മിസ്റ്റേക്സ്, ഇത് കൂടുതൽ മിസ്റ്റേക്കുകൾ കുട്ടികൾ കാണിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരിക്കലും ഒരു ബാത്റൂമിൽ കാണിക്കേണ്ട മാനേഴ്സിലുള്ളതല്ല. സോ കറക്റ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് ഗീവ് ദ റൈറ്റ് ഇൻസ്ട്രക്ഷൻ വൈൽ ദേ ഗീവ് ടു ദ ബാത്റൂം. കുട്ടികളോട് എന്താണ് നമ്മൾ ബാത്റൂമിനകത്ത് പരിപാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് കുട്ടികളോട് വ്യക്തമായ രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ദെൻ ബാത്റൂമും ടോയ്ലറ്റ്സും എങ്ങനെയായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ദെൻ ഗീവ് സ്ട്രിക്റ്റ് കമാൻഡ്സ് വെൻ യു സെൻഡ് ദ സ്റ്റുഡൻസ് ഫോർ ദ ഇന്റർവെൽസ്. കുട്ടികളെ ഇന്റർവെൽസിന് ടോയ്ലറ്റ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറയണം അല്ലെ, കമാൻഡ് ചെയ്തിരിക്കണം. ഇത്ര സമയത്തിനുള്ളിൽ പോയി തിരിച്ചു വരാൻ വേണം. ഒരുപാട് ചില കുട്ടികൾ ഒരുപാട് സമയം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യും അല്ല. അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അതായത് ഒരു സൈക്കോളജിക്കൽ ബാലൻസ് അനുസരിച്ചിട്ട് നമ്മളുടെ ഓരോ കുട്ടികളിൽ എന്താണ് പലതരത്തിലുള്ള സൈക്കോ അൺകോൺഷ്യസ്, എക്സ് അൺകോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളുണ്ട്. അത്തരം കുട്ടികൾ ബാത്റൂമിൽ എന്ത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് കമാൻഡ് ചെയ്തിട്ട് അവരെ കറക്റ്റ് സമയത്ത് കയറ്റാൻ, അടുത്ത സമയത്ത് ഇറക്കാനും നോക്കണം. ഓക്കെ, അപ്പോ ഇത് നമ്മൾ പ്രത്യേകം അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാത്റൂമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് മര്യാദകൾ കുട്ടികൾ അത് കൃത്യമായിട്ട് പരിപാലിച്ചേ മതിയാവും. Then go one by one, go silently, do not scribble. കുട്ടികൾ എങ്ങനെയായിരിക്കും അതിനകത്തേക്ക് പോകേണ്ടത്? എല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളി കയറി പോണോ? ഇങ്ങനെ പോകണം. വൺ ബൈ വൺ ആയിട്ട്, വളരെ സൈലന്റ് ആയിട്ട്. ഡു നോട്ട് സ്ക്രിബിൾ. സ്ക്രിബിൾ എന്താണ്? സ്ക്രിബിൾ ചെയ്യാന്ന് പറയുന്നത് സ്ക്രിബിൾ ചെയ്യുക. സ്ക്രിബിൾ എന്തോ? സ്ക്രിബിൾ ചെയ്യുന്നത് ചില വ്യക്തികളെ ഇങ്ങനെ ഒരാൾ പോകുന്ന പുറയിൽ അയാളുടെ പുറയിൽ ഇങ്ങനെ എഴുതും. വളരെ പത്രം കണ്ടിട്ടില്ലേ നമ്മളെ കുട്ടികളെ ടോയ്ലറ്റിൽ കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് അനുശ്രീ പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോ പേന കൊണ്ട് വരയ്ക്കും, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ മാറി തലവണ്ടിയൊക്കെ ആയിരിക്കും തള്ളി തള്ളിയൊക്കെ ആയിരിക്കും ഇടുന്നത് ചില കുട്ടികൾ.
അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതായത് ഒരാൾ വീണ മറ്റുള്ള എല്ലാ കുട്ടികളും താഴെ. ഓക്കെ മാം. Then do not pull or push others. Then do not stifle and do not push or pull others. അതായത് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ട് ചിലപ്പോൾ പുറത്തൊക്കെ കുട്ടികളൊക്കെ ചിലപ്പോൾ പേനോണ്ടോ പെൻസിലോണ്ടോ സ്കെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എന്നാൽ ചിലപ്പോൾ ഒരു പുഷ് കൊടുക്കും, തള്ളു കൊടുത്ത് എന്നാൽ എല്ലാവരും കൂടെ ഇങ്ങനെ മറിഞ്ഞു വരും. ഓക്കെ. Then pour enough water. എന്താണ് pour enough water? ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക. ഫ്രഷുള്ള വെള്ളം ഉപയോഗിക്കാനായിട്ട് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ് വാഷ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കൈകൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് കുട്ടികളെ അകത്തേക്ക് കഴിക്കുന്നത്. ഡു നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ ഇൻ ദ ബാത്റൂം. ചില കുഞ്ഞുങ്ങള് കുഞ്ഞായിരുന്നു ചെയ്തിട്ടുണ്ടാവും അല്ലെ, ബാത്റൂമിൽ അവർക്കറിയില്ല കപ്പിലെ വെള്ളമൊക്കെ കുടിക്കാറുണ്ട്, കുടിച്ചിട്ടുണ്ട് കുട്ടികൾ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊക്കെ ചെയ്യും അല്ലെ, അവർക്കറിയില്ല എന്താണ്. പക്ഷെ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളും അത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യാറുണ്ട്. ഇപ്പൊ KG സെക്ഷൻ, ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ഉള്ള കുട്ടികളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒരിക്കലും നമ്മൾ ബാത്റൂമിനകത്തുള്ള വെള്ളം കുടിക്കരുതെന്ന് കുട്ടികളോട് നിർദ്ദേശിക്കുക. Then put the dippers at the right place. Put the dippers. Dippers എന്താണ്? Dippers. Put the dippers. Dippers എന്താണ്? ടിപ്പേഴ്സ് എന്താണ്? നമ്മളുടെ ഇപ്പൊ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ശേഷം നമുക്ക് ചിലപ്പോ മറ്റേ എന്താണ് അതിന്റെ പേരെന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം? അതിന്റെ പേരെന്താ? സ്ക്വയർ ഷേപ്പിലുള്ള സാധനത്തിന്റെ പേരെന്താണ്? ബാത്റൂമിന് പുറത്ത് വെച്ചിരിക്കുന്ന സാധനത്തിന്റെ പേര്? ഹാൻഡ് വാഷ് പുറത്ത് പുറത്ത് വെക്കുന്നേ? പുറത്ത് വെക്കുന്ന ഒരു സാധനം. ഇത് പേര് കിട്ടുന്നതോ? വേസ്റ്റ് ബാസ്കറ്റ് ആണോ മാം? വേസ്റ്റ് ബാസ്കറ്റ് മറ്റേ ഇത് വാഴയുടെ തുമ്പത്തുണ്ട് പേര്. ഡോറിലാണോ വെച്ചിരിക്കുന്നത്? ഇത് ഡോറിലല്ല, ഡോറിന് പുറത്തായിട്ട്, ബാത്റൂമിന് പുറത്തായിട്ട്. നമ്മളെ മറ്റേ പേരെന്താണ് വൈറ്റ് കളറുള്ള? വൈപ്പേഴ്സ് ആണോ മാം? വൈപ്പേഴ്സ്. അല്ലെങ്കിൽ വൈപ്പേഴ്സ് അല്ലടോ, മറ്റേത് പേപ്പർ, ടിഷ്യൂ പേപ്പർ ആണോ? പേപ്പേഴ്സ്. അതായത് ചില ഹോസ്പിറ്റലിൽ, ചില സ്കൂളിൽ കൈ തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് സലീന ആശ്ചര്യം വിട്ടത്? അയ്യോ മാം, കൈ കാട്ടിയതാ, സോറി. കൈ കൊണ്ടാണല്ലേ? എന്താണെന്ന് ഓർത്തത്? ടിഷ്യൂ പേപ്പറിന് എന്തെങ്കിലും കുറ്റം ഉണ്ടാന്ന് ഓർത്തത് ചോദിച്ചു. ഓക്കെ. പിന്നെന്താണ്? അപ്പൊ അങ്ങനെ തുടക്കുന്നതിന് വേണ്ടി റൈറ്റ് പ്ലേസിൽ, റൈറ്റ് കോർണറിലായിരിക്കണം വെക്കേണ്ടത്. പിന്നെന്താണ്? യൂസ് എ ടോയ്ലറ്റ് പ്രോപ്പർലി. ടോയ്ലറ്റ്സ് എങ്ങനെയായിരിക്കും യൂസ് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. കറക്റ്റ്ലി ആൻഡ് കെയർഫുൾ എക്സെട്ര. പ്രത്യേകിച്ച് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കറക്റ്റ്ലി ആൻഡ് കെയർഫുള്ളി. സിബ് കറക്റ്റ് ആയിട്ട് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സിബ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ. അവിടെ നന്നായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പ്രാക്ടീസ് പഠിപ്പിക്കുന്ന സമയത്തല്ലേ നമ്മള് സിബ് നമ്മള് പഠിപ്പിക്കുന്നുണ്ടല്ലേ. നിങ്ങളത് കാണിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ? അത് വർക്ക് ചെയ്തു. സിബ് ഇടാനായിട്ടാണ് ആൺകുട്ടികൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അല്ലെ. അത് കറക്റ്റ് ആയിട്ട് ഇടാൻ, സിബ് ഇടാനായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ മിക്ക നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ മിക്ക കാര്യങ്ങളും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ടോയ്ലറ്റിൽ സംഭവിക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ബാത്റൂം യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബാത്റൂമിനകത്ത് പ്രവർത്തിക്കുന്ന ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കൂടെ മറ്റൊരാൾക്കാരുണ്ടെങ്കിലും മറ്റു കൂട്ടുകാരുണ്ടെങ്കിലും അവരുടെ കൂടെ പോകുമ്പോഴും ടോയ്ലറ്റിൽ എങ്ങനെയായിരുന്നു നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, സിപ്പ് എങ്ങനെ കറക്റ്റ് ആയിട്ടിടണം, പിന്നെന്താണ് എങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടത് തുടങ്ങി മൊത്തം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരുത്തരും സൈലന്റ് ആയിട്ടായിരിക്കും അതിനകത്തേക്ക് പോകുന്നത് തുടങ്ങി മിക്ക നിർദ്ദേശങ്ങളും വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്കൊരു കാര്യം മനസ്സിലാവും, ബാത്റൂം മാനേഴ്സ് വരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ ലൈഫില് ബാത്റൂം മാനേഴ്സ് വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്.
അടുത്തത് ബെഡ്റൂം മാനേഴ്സ്. ഇനി ഇത് വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, നമുക്ക് അറിയാവുന്നല്ലേ? വേണ്ട മാം പറയും. ബെഡ്റൂം മാനേഴ്സ്. ബെഡ്റൂമിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? ഏർലി ടു റൈസ്, ഏർലി ടു ബെഡ് ഇസ് മസ്റ്റ് ഫോർ ഓൾ. ആണോ? Early to rise and early to bed it must for all. എപ്പോ കിടക്കണം, എപ്പോ ഉറങ്ങണം നമ്മള് കുട്ടികള്? എല്ലാവരും നേരത്തെ എഴുന്നേൽക്കണം അല്ലെ? നേരത്തെ എഴുന്നേൽക്കണം, വൈകി കിടക്കണം. അങ്ങനെയാണോ പറയുന്നത്? ലേറ്റ് ആയി കിടക്കണമെന്നാണോ? നേരത്തെ കിടക്കണം. നൈറ്റിൽ നമ്മള് ഒരു വെളുപ്പിന് തന്നെ എഴുന്നേൽക്കുക. അതേപോലെ തന്നെ നൈറ്റ് ഉറങ്ങുന്ന നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട്, ഭക്ഷണം മീൻസ് ഒരു 8 മണിക്ക് മുന്നായിട്ടെങ്കിലും നമ്മൾ 8 മണിക്കെങ്കിലും കൃത്യമായി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുക അല്ലെ? അതിന്റെ ഉള്ളിലെല്ലാം തന്നെ നമുക്ക് സമയമുണ്ട് ചെയ്യാനുള്ളതൊക്കെ. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദി സ്റ്റുഡൻസ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എഴുന്നേൽക്കുന്നതും നേരത്തെ കിടന്നുറങ്ങുന്നതും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സിനും മറ്റു ഡെവലപ്മെന്റ്സിനൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ അഭികാമ്യമാണ്. ഓക്കെ, പക്ഷെ മിക്ക കാര്യങ്ങളും ഇതൊന്നും നടക്കാറില്ല അല്ലെ? നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടാവും, പക്ഷെ ലേറ്റ് ആയിട്ടായിരിക്കും കുട്ടികൾ ഉറങ്ങുന്നത് അല്ലെ? ഫോണൊക്കെ കണ്ട് കുറെയൊക്കെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കുറെ പേര്. പാരന്റ്സ് അതേപോലെ ഇരുന്ന് ഫോണൊക്കെ നോക്കിയിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എങ്കിലും മിക്ക വീടുകളിലും കുട്ടികൾ വൈകിയാണ് ഉറങ്ങുന്നത്. ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് മാത്രമാണ് നേരത്തെ കിടത്തി ഉറക്കുന്നത്, ഭയങ്കര നിർബന്ധിച്ച് കിടത്തി ഉറക്കുന്നത്. അല്ലാതെ മിക്ക വീടുകളിൽ എന്താണ്, കുട്ടികള് പാരന്റ്സ് ഉറങ്ങുമ്പോ അവരുടെ കൂടെ ഉറങ്ങുന്നവരുണ്ട് അല്ലേ? ഇല്ലേ? ഞാൻ ഇന്ന് 9 മണിയാകുമ്പോ എന്റെ മക്കളെ ഉറക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നീച്ചിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ കിടക്കുമ്പോ 11 മണിയൊക്കെ ആവും. Before going to bed, all the daily duties and say good night and good morning to your parents and pray to God. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും എന്താണ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഡ്യൂട്ടീസും ഫിനിഷ് ചെയ്യുകയും വേണം. ഒരു രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാം, അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ നമ്മളെ പാരന്റ്സിനോട് പറയാം. നിങ്ങൾ അങ്ങനെ കുട്ടികളെ കൊണ്ട് നിങ്ങളോട് പറയിപ്പിക്കാറുണ്ടോ? പറയും മാം. പിന്നെ അന്ന് നടന്നതിൽ ഏറ്റവും ചില ദിവസങ്ങൾ നമുക്ക് ചോദിക്കും, ഇന്നത്തെ ദിവസം നടന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? കുട്ടിയോട് ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നിയ സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചൂടെ? അത് കുട്ടിയോടൊന്നല്ല, നമുക്ക് ആരോട് വേണമെങ്കിലും നമ്മുടെ കൂടെ, നമ്മുടെ ഫാമിലിയിൽ ആരോട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട്. ഓക്കെ, അത് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. ഒന്ന് ചെയ്തു നോക്ക്. കുട്ടികളത് പറയും, പിന്നീട് അത് ദിവസം പ്രതി ദിനം പ്രതി നിങ്ങളോട് അത് ഷെയർ ചെയ്യും. അമ്മ നിങ്ങൾ ആദ്യം 2 ദിവസം ചോദിക്കും, പിന്നത്തെ ദിവസം അവര് പറയും അമ്മ ഇന്ന് നടന്നത് ഏറ്റവും ബെസ്റ്റ് ഇതായിരുന്നു പറയുന്ന കുട്ടികൾ. അത് നല്ല കാര്യമാണ്. അപ്പൊ അവര് കുറെ കൂടി ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. പല കാര്യങ്ങളും പറയാനുള്ളൊരു മനസ്സ് കുഞ്ഞുങ്ങൾക്ക് വരും. നമ്മൾ അതിന്റെ ഒരു അവസരം കൊടുക്കുക, പിന്നീട് അവരത് പറഞ്ഞു. Then early to boost is good for your health. Early to boost is good for your health. So get up early, finish morning duties fastly and help their parents. If they can, start school at correct time for above the teacher instruct to student as follows. Sorry, ഇവിടെ എന്താ പറയുന്നത്, നമ്മള് മിക്കതും നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെ? ഏറ്റവും നന്നായിട്ട് രാവിലെ എഴുന്നേൽക്കും. പ്രത്യേകിച്ച് ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 6 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സമയമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആരും ആ ഒരു സമയത്തൊന്നും മിക്ക കുട്ടികളൊന്നും എഴുന്നേൽക്കാറൊന്നുമില്ല. എഴുന്നേൽക്കുന്നവരുണ്ടാവട്ടെ, ഇല്ലാന്നും പറയുന്നില്ല. Then finish morning duty fastly. നമ്മൾ എത്രയും ഫാസ്റ്റ് ആയിട്ട് എനിക്ക് നമുക്ക് രാവിലെ ചെയ്യുന്ന നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ കുട്ടികളെ കൊണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ആവശ്യപ്രകാരം അവർ അത്യാവശ്യം സമയമൊക്കെ എടുക്കും. സമയം മീൻസ് ആദ്യം സമയം എടുക്കുമെങ്കിൽ പിന്നീട് എന്താണ് അവരെ കൊണ്ട് അത് സ്പീഡപ്പ് ആക്കി ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക. Then help their parents. സ്കൂൾ അറ്റ് കറക്റ്റ്. ഇനി ചില സമയത്ത് ചില കുട്ടികൾ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും. ചില കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും രണ്ടുപേരും ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്, എല്ലാത്തവരൊന്നുമില്ല. പിന്നെ എന്താണ്, നമ്മൾ സ്കൂൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ തന്നെ പങ്ക്ച്വാലിറ്റി ഒക്കെ പാലിച്ചുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിച്ചേരാനായിട്ട് നോക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബെഡ്റൂമിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, വീടിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് മാനേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ കിടന്നുറങ്ങുക. പിന്നെന്താണ്, നമ്മളുടെ എല്ലാ ഡ്യൂട്ടീസും നല്ല രീതിയിൽ ചെയ്യുക. കുട്ടികളോട് പാരന്റ്സിനോടും എന്താണ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ പറയാൻ ശ്രമിക്കുക. പിന്നെ എന്താണ്
നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം, പാരന്റ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യാം, പിന്നെ എന്താണ് സ്കൂളിൽ കറക്റ്റ് ടൈമിൽ പോകാൻ നോക്കും. അത്തരം കാര്യങ്ങളാണ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. For the above, the teacher instructed student as follows. അപ്പോൾ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം സ്റ്റുഡൻസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? Get up early to do things by yourself. Roll the bed neatly and carry it in the right place. Adjust with your parents in their work. Then only you can come to the school early. നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് തന്നെ കുറച്ചും കൂടി ഒന്ന് ബ്രീഫ് ആക്കി പറഞ്ഞിരിക്കുകയാണ്. എന്താ, കുട്ടികള് നേരത്തെ തന്നെ എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ മാത്രമല്ല, നമ്മൾ കുട്ടികൾ കിടന്ന ബെഡ് അല്ലെങ്കിൽ ഇപ്പൊ ബെഡ്ഷീറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നമ്മള് വളരെ നീറ്റ് ആയിട്ട് അത് റോൾ ചെയ്ത്, പായ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നീറ്റ് ആയിട്ട് റോൾ ചെയ്യാൻ മടക്കി അവരെവിടെയാണോ വെക്കുന്ന പ്ലേസ് അത് അവിടെ കൃത്യമായിട്ട് വെക്കാനായിട്ട് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുകൂടി അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. അതും ഗുഡ് മാനേഴ്സിന്റെ ഭാഗമാണ് കേട്ടോ, ബെഡ്റൂം മാനേഴ്സിന്റെ ഭാഗമാണ്. അഡ്ജസ്റ്റ് വിത്ത് യുവർ പാരന്റ്സ് ഇൻ ദിയർ വർക്ക്. ഈ പാരന്റ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നനയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അത് മാനേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നു. Then only you can come to the school early. എന്താണ്, സ്കൂളിൽ എപ്പോഴാണ് എത്തിച്ചേരേണ്ടത്? സ്കൂളിൽ എപ്പോഴാണ് എത്തിച്ചേരേണ്ടത്? നമ്മള് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇതേപോലെയൊക്കെ തന്നെയാണോ കുട്ടികൾ ഫോളോ ചെയ്യുന്നത്? നിങ്ങളുടെ കുട്ടികള്? അതെ മാം. അതെ. അല്ലാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റ് ചെയ്യാം കേട്ടോ. മാനേഴ്സിൽ പറഞ്ഞു കൊടുക്കുന്നത് ഇത്രയുള്ള എന്തെങ്കിലും ബെഡ്റൂം മാനേഴ്സിൽ വരുന്നത്. ഇനി ജനറൽ മാനേഴ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ജനറൽ മാനേഴ്സ്. ടീച്ചർ ഷുഡ് വാച്ച് ദി സ്റ്റുഡൻസ് ടു ഹാവ് ഗുഡ് ജനറൽ മാനേഴ്സ്. സോഷ്യൽ ബിഹേവിയർ ആൻഡ് ക്യാൻ മേക്ക് എ മാൻ എക്സലന്റ്. നമ്മള് വീട്ടിലും അല്ലെങ്കിൽ വീട്ടിൽ കാണിക്കുന്ന പോലെയുള്ള നമ്മൾ പുറത്തുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നത് അല്ലെ. നമുക്ക് പൊതുവായിട്ട് കുറച്ച് മര്യാദകളുണ്ട്. പ്രത്യേകിച്ച് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരാൾ കാണിക്കേണ്ട മര്യാദ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരാളെ കണ്ടെങ്കിൽ അത്യാവശ്യം പരിചയമുള്ള ഒരാളാണെങ്കിൽ ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ഹായ് പറയാം. അത് അത്യാവശ്യം, അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റുന്നത് തന്നെ എന്താണ് ഏറ്റവും നല്ലൊരു മര്യാദയാണ് അല്ലെ. ചിലപ്പോൾ ചിലവർ കാണുമ്പോൾ ചിലപ്പോൾ മുഖം തിരിഞ്ഞു പോകുന്നവരുണ്ടാവും. അതിലും നല്ലത് എന്താണ്? നമ്മളൊന്ന് മിണ്ടിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ചിരിക്കുക. അത് തന്നെ നല്ലൊരു മര്യാദയുടെ ഭാഗമാണ്. ഓക്കെ, അതൊരു സോഷ്യൽ ബിഹേവിയർ ആണ് ശരിക്കും. Then generally teachers are giving commands but they fail to watch whether they are following or not. It is the duty of the teacher to give instruction and dictate whether they are following. If they fail to follow, they should punish them and make them follow. Otherwise, they would not have general manners. അപ്പോ നമ്മള് ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള കുറച്ച് മര്യാദകളെ കുറിച്ചിട്ട് എന്താണ് കൃത്യമായിട്ട് കുട്ടികൾക്ക് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ അതിനെ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. ടീച്ചർ നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക. ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികളത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? എത്ര പറഞ്ഞു കൊടുത്തിട്ടും ചെയ്യുന്നില്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന വെച്ചൊരു പ്രശ്നമില്ല. പണിഷ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്നത് അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് തിരിച്ചറിയും. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഒരിക്കലും എന്താണ് ജനറൽ മാനേഴ്സ് തിരിച്ചറിയും. പൊതുവായിട്ടുള്ള മര്യാദകൾ കുട്ടികൾ അറിയാതെ പോകും. ടീച്ചർ ഒരിക്കലും ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ എന്താണ് ഒരിക്കലും കുട്ടികൾക്ക് അത് ജനറൽ മാനേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് അറിയാതെ പോകും. ഓക്കെ, അപ്പൊ അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുത്തെന്നാണ്. പണിഷ്മെന്റ് കൊടുക്കേണ്ട സ്ഥലത്ത് നമുക്ക് തെറ്റ് കണ്ടാൽ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ പണിഷ്മെന്റ് ഇപ്പൊ അടി കൊടുക്കുന്ന മറ്റൊരു പ്രശ്നമില്ല. കുട്ടി അത് മനസ്സിലാക്കിക്കൊള്ളും. ഓക്കെ, അല്ലാത്ത പക്ഷമുള്ള കുട്ടികൾ എന്താണ് പൊതുവായിട്ടുള്ള മര്യാദകൾ എന്താണെന്ന് പോലും ചിലപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അവനെ അറിയാൻ പറ്റാണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അധ്യാപകർക്ക് പറ്റുന്ന രീതിയിൽ എന്താണ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, കുട്ടികളെ കൊണ്ടത് മാക്സിമം ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, man is a social animal, so has to adjust with everybody. He has to comply with the rules and regulations of the society. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ അനിമൽ ആണ്. സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞ ആരാണ്? സമൂഹജീവിയാണ്. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ആരുമായിട്ട് എത്ര പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അങ്ങനത്തെ ഒരു നേച്ചറാണ് മനുഷ്യനുള്ളത്. ഓക്കെ ശാന്തി.
has to comply with the rules regulations of the society. അതുപോലെ തന്നെ എന്താണ് ഒരു സൊസൈറ്റിയിലെ റെഗുലേഷൻസ് പാലിക്കാനും അതേപോലെ തന്നെ എന്താണ് അത് വയലേറ്റ് ചെയ്യാനും മനുഷ്യന് അറിയും അല്ലെ. രണ്ട് കാര്യങ്ങളും അറിയാം. അത് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാനും അറിയാം. പക്ഷെ അതേപോലെ എന്താണ് മറു സൈഡിലത് പാലിക്കാതിരിക്കാനും ചില മനുഷ്യർ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഹെൽപ്പിംഗ് അതേഴ്സ് എസ്പെഷ്യലി നീഡി. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും മനുഷ്യന്റെ ഏറ്റവും മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ള ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട് അല്ലെ. ആവശ്യങ്ങളനുസരിച്ച് കണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവോയ്ഡിങ് ടേക്കിംഗ് ഇൽ ഓഫ് അതേഴ്സ്, അവോയ്ഡിങ് പ്രൈഡ് ആൻഡ് ഈഗർനെസ്, അവോയ്ഡിങ് ലേസിനെസ്, അവോയ്ഡിങ് കമ്മിറ്റിംഗ് സൈൻസ്, ബീറ്റിംഗ്, സ്റ്റീലിംഗ്, ഫൈറ്റിംഗ്, ടെല്ലിംഗ് ബാക്ക്. ഇനി നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. എന്തൊക്കെയാണ്? ബാഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള്. അവോയ്ഡിങ് ടോക്കിംഗ് ഇൽ ഓഫ് അതേഴ്സ്. എന്താണ് ഒഴിവാക്കേണ്ട കാര്യങ്ങള്? അവോയ്ഡ് ടോക്കിംഗ് ഇൽ ഓഫ് അതേഴ്സ്. ഇൽ ഓഫ് അതേഴ്സ് എന്താണ്? ഇൽ, മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറയാതെ ഇരിക്കുക എന്നുള്ളതാണ്. യെസ്, അതെ. മറ്റുള്ളവരെ കുറിച്ച് ഒരിക്കലും ദോഷം പറയാം. നല്ല കാര്യമാണോ? ഒരിക്കലും അല്ല അല്ലെ. പ്രത്യേകിച്ച് അധ്യാപകർക്ക് വേണ്ടാത്തൊരു കാര്യമാണ് കേട്ടോ. അധ്യാപകർ ഒരിക്കലും ഈ ഒരു സ്വഭാവം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെന്താണ്? അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ്. അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ്. എന്താണ് പ്രൈഡ് ആൻഡ് ഈഗർനെസ്? അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ്. അഹംഭാവമാണോ മാം പ്രൈഡ്? പ്രൈഡ് അഹംഭാവമാണോ? പ്രൈഡ് എന്താണ്? കേൾക്കാൻ വയ്യ മാം. ഇവിടെ മഴ ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, അതായത് പ്രൈഡ് പറഞ്ഞ അഭിമാനമല്ലേ മാം? പ്രൈഡ് എന്ന് വെച്ചാൽ അഭിമാനം. ഈഗർനെസ് എന്താണ്? അപ്പൊ ഈഗർനെസ് ഞാനെന്ന ഭാഗം. അപ്പൊ ഒരു അർത്ഥത്തില് അഹങ്കാരം ശരിയാണ് അല്ലെ. നമുക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട. നമുക്കൊരു എന്താ പറയാ ഈഗോ ഉള്ള ഒരു സിറ്റുവേഷൻ, ഈഗോ കാണിക്കേണ്ട സിറ്റുവേഷൻസ് വേണ്ട. അങ്ങനത്തെ ഒരു സ്വഭാവം മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് ജനറൽ മാനേഴ്സിൽ വരുന്ന ഒരു കാര്യമല്ല. അത് മോശമായ ഒരു ബിഹേവിയർ ആണ് എന്താ അഹങ്കാരം കാണിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭയങ്കര പ്രൈഡ് ആയിട്ട് പെരുമാറുക എന്നുള്ളത്. ദെൻ അവോയ്ഡ് ലേസിനെസ്. എന്താണ് അവോയ്ഡ് ലേസിനെസ്? മടി, അലസത അല്ലെ. അതൊരിക്കലും നമ്മൾ കാണിക്കുന്നത് ശരിയല്ല. ഇപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ അലസമായിട്ട് മാറിയിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സമൂഹമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളില് മാറിയിരിക്കുന്നത്, ഒരു വിരസത കാണിക്കുന്നത് നല്ലൊരു ബിഹേവിയർ അല്ല. നമ്മളുടെ ക്വാളിറ്റിനെ തന്നെയാണ് അത് ഇല്ലാതാക്കുന്നത്. അവോയ്ഡ് കമ്മിറ്റിംഗ് സൈൻസ്. നമ്മൾ കാണിക്കുന്ന ചില പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് കുട്ടികള്. ബീറ്റിംഗ്, സ്റ്റീലിംഗ്, ഫൈറ്റിംഗ്, ടെല്ലിംഗ് ബാക്ക്. എന്തൊക്കെയാണ് ബീറ്റിംഗ്, സ്റ്റീലിംഗ് എന്നൊക്കെ പറയുന്നത്? ബീറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ബീറ്റിംഗ്, അടിക്കുക, ബീറ്റ് ചെയ്യുന്നത്. സ്റ്റീൽ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? മോഷണം. എന്തെങ്കിലുമൊക്കെ കട്ടുകൊണ്ടു അല്ലെ, പെൻസിലോ പേനയോ ഒക്കെ കട്ടെടുത്ത് ബാഗിൽ വെക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ. ഫൈറ്റിംഗ് എന്താണ്? വഴക്കിടുക അല്ലെ. ഫൈറ്റിംഗ് മീൻസ് വഴക്കിടുക. ടെല്ലിംഗ് ബാക്ക്. എന്താണ് ടെല്ലിംഗ് ബാക്ക്? മോശമായ വാക്കുകൾ പറയുന്നത്. അതൊക്കെ എന്താണ്? ജനറൽ മാനേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അതൊക്കെ മോശമായ ഒരു ബിഹേവിയർ ആണ്. Then obeying elders. Avoiding committing sins, obeying elders. എന്താണ് obeying elders? Obeying elders. എന്താണ്? അനുസരിക്കുക. Loving others. Then duty conscious. എന്താണ്? തന്റെ ജോലിയില് നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാനുള്ള കടമകള് അതില് നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം അല്ലെ, കോൺഷ്യസ് ആയിരിക്കണം നമ്മള്. പിന്നെ റിസീവിങ് അതേഴ്സ് വിത്ത് വാം വേർഡ്സ്. റിസീവിങ് അതേഴ്സ്, നല്ല വാക്കുകൾ നമ്മൾ സ്വീകരിക്കണം. മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ യൂസിങ് പൊളൈറ്റ് വേർഡ്സ്. നമ്മൾ എപ്പോഴും പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യം അല്ലെ.
അതായത് ഒരാളെന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിന് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന താങ്ക്സ് പറയാം, അല്ലെങ്കിൽ സോറി പറയാം, എക്സ്ക്യൂസ് മീ പ്ലീസ്, സോറി തുടങ്ങിയ നമുക്ക് പൊളൈറ്റ്നെസ് ഉൾപ്പെടുത്തുന്ന വാക്കുകൾ അല്ലെ, അത് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ലെങ്കിൽ എന്താണ് നമ്മളത് ആക്ഷനിലൂടെ കാണിക്കാറുണ്ട്. ഇപ്പൊ താങ്ക്സ് പറയാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൊഴാറുണ്ട് അല്ലെ, താങ്ക് യു എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മളത് കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു മുതിർന്ന ആള് വരുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കും മുമ്പ് ചിലപ്പോൾ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൂട്ടി പോകാറുണ്ട് അല്ലെ, അറിയാതെ ചിലപ്പോൾ മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അതൊക്കെ എന്താണ് ജനറൽ മാനേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നമ്മുടെ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ വരുന്നത്. പിന്നെ then adjusting with others to develop good general manners in the student. So ഇവിടെ സോറി കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. So the teacher should remember the above things again and again. അപ്പോ നമ്മള് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട എന്താണ്, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രത്യേകിച്ച് നമ്മള് മറ്റുള്ളവരോട് മോശമായിട്ട് സംസാരിക്കരുത്, ഒരു അഹങ്കാരം കാണിക്കരുത്, വിരസത കാണിക്കരുത്. പിന്നെ എന്താണ് നമ്മള് മോശമായിട്ടുള്ള സൈനുകൾ നമ്മുടെ ബോഡിയിൽ കാണിക്കാറുള്ള, അല്ലെങ്കിൽ നെയിൽ ബൈറ്റിങ്, അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലും ഉപദ്രവിക്കുക, മോഷണം നടത്തുക, വഴക്കിടുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാം, മറ്റു മുതിർന്നവർ അനുസരിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലെ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവരെല്ലാം തിരിച്ചിട്ടൊക്കെ മുതിർന്നവരെ അനുസരിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, നമ്മൾ എപ്പോഴും നമ്മുടെ ഡ്യൂട്ടിയിൽ കോൺഷ്യസ് ആയിരിക്കണം. പിന്നെ എന്താണ് മറ്റുള്ളവരെ നല്ല വാക്കുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്തെങ്കിലും നമ്മൾ പൊളൈറ്റ്നെസ് എപ്പോഴും കാണിക്കേണ്ടതാണ്. ഇപ്പൊ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്ത് അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ തെറ്റ് ചെയ്ത സോറി പറയാനുള്ള ഒരു മനസ്സ്, അതാണ് ഏറ്റവും ഉണ്ടാക്കേണ്ടത്. കുട്ടികളോട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയാനായിട്ട് പഠിപ്പിക്കുക. അച്ഛനോടോ അമ്മയോടോ കൂട്ടുകാരോടോ ആരോടാണെങ്കിലും എന്താണ് സോറി പറയണം. താങ്ക്സ് പറയേണ്ട സമയത്ത് താങ്ക്സ് പറയണം. അതൊക്കെ എന്താണ് നല്ല മര്യാദയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒരേപോലെ തന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ അല്ലേ പറഞ്ഞു കൊടുത്ത് അവരെ ഇന്ന് ചെയ്യിപ്പിക്കാൻ പറ്റും, പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമ്പോഴാണ് എന്താ അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിക്കും ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരാളുടെ സ്വഭാവം, ഒരു ഇൻഡിവിജ്വലിന്റെ സ്വഭാവം എടുത്ത് നോക്കുകയാണെങ്കിൽ മാനേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ. നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നുമാണ് എന്ത് രൂപപ്പെടുന്നത്? മാനേഴ്സ് ഉണ്ടാവുന്നത്. നമുക്ക് ഗുഡായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മളുടെ എന്ത് രൂപപ്പെട്ടു വരുന്നത്? നല്ല ഗുഡ് മാനേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. യൂണിറ്റ് 8 കഴിഞ്ഞു. നമ്മൾ വിചാരിച്ച ഓരോന്നല്ല, പെട്ടെന്നാണ് ക്ലാസ്സുകൾ പോകുന്നത്. ചാപ്റ്റർ വരുന്നുണ്ടോ? ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, 2-3 ചാപ്റ്റർ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ തീർന്നു പോകണ്ടല്ലേ? എന്തോ എല്ലാ ടീച്ചേഴ്സും കൂടി അല്ലേ ഇപ്പൊ എടുക്കുന്നേ, അത് കാരണം ഇപ്പൊ പാർട്ട് 4ലേക്ക് ആരും എടുത്തിട്ടില്ലല്ലോ, ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ പാർട്ട് 4. പാർട്ട് 4 മാത്രം. പക്ഷേ ആതിര മാം ദിശ മാം കൂടി എടുക്കുന്നേ. നീടോ? തേർഡ് യൂണിറ്റ് തേർഡ് കഴിഞ്ഞാണ്. ഓക്കെ, ഇനി ഇച്ചിരി ഡിഫിക്കൽട്ട് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഇച്ചിരി വെച്ചാൽ പെട്ടെന്ന് ചില സെന്റൻസ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുള്ളൂ. യൂണിറ്റ് 9 എന്നൊരു ചാപ്റ്റർ, സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ ചില വാക്കുകളൊക്കെ ഒരു കറക്റ്റ് രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നോക്കാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. യൂണിറ്റ് 9. യെസ്, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഇല്ല. ഹലോ ഹലോ, ഒരു കാര്യം ചെയ്യട്ടെ, നമ്മള് മോക്ക് ടെസ്റ്റിന് തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിക്കാറുണ്ടോ? അത് എഴുതി വെച്ച് പഠിക്കുകയാണ് അല്ലെ? ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാം, നമ്മള് ഇനി പരീക്ഷകൾ വരും. അപ്പോ മെയിൻ എക്സാം, മോഡൽ എക്സാം ഒക്കെ ആയിട്ടൊക്കെ വരും. ക്വസ്റ്റ്യൻസ് നമ്മള് ഇതിനകത്തുള്ളത് പോലെ അതേപോലെ തന്നെ അതേ സെന്റൻസിൽ തന്നെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും, അതായത് ഇതില് ടോപ്പിക്സ് റിലേറ്റഡ് ആയിരിക്കും, ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റണം. അതായത് നോർമലി വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുള്ളൂ.
ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് വാക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ഏത് ഏജിലാണ് ഒരു കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്നത്? ഏത് വയസ്സിലായിരിക്കും? ഞാൻ കുറച്ച് ഓപ്ഷൻസ് പറയാം. ഒരു കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഏത് വയസ്സിലാണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്നത്, വാക്കിംഗ് കേട്ടോ, വാക്കിംഗ് ആണ്, നടക്കുന്നത്. ഓക്കെ, 2 വയസ്സ് അല്ല, 1 വയസ്സും. ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻസ്: 3 months, 2 years, 18 months, 12 months. ഏതാണ്? 18 months. 12 months അല്ലേ? പക്ഷെ എല്ലാ Independent ആയിട്ട് കുട്ടികളും 12 മാറുന്നത്. മന്ത്സില് നടക്കുന്നുണ്ടോ? 12 വയസ്സിലല്ലേ കുഞ്ഞ് നടന്നു കൊടുക്കുന്നത്? അതുവരെ നമ്മളല്ലേ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? 12 12ാം മാസം അല്ല, 12ാം മാസത്തിൽ എല്ലാ കുട്ടികളും ശരിക്കും നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? ഇല്ല, അപ്പൊ നടന്നില്ല. അതാണ് ഞാൻ 18 months പറഞ്ഞു. എന്റെ മോൻ കറക്റ്റ് ആയിട്ട് 1 വയസ്സിൽ നടന്നിട്ടുണ്ടായില്ല. കടന്നു തുടങ്ങി. മിസ് 1.25 വയസ്സായിട്ടും എന്റെ വീട്ടിൽ ഉണ്ണിയുണ്ട്, ആങ്ങളയുടെ കുട്ടി. അവള് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2 വയസ്സ് ഓക്കെ ആവും. 2 വയസ്സ് ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ 2 വയസ്സാണ് പറയുന്നത്, 12 വയസ്സിൽ നടക്കില്ലെന്നാണ് പറയുന്നത് കുട്ടി. എന്റെ മോള് 8 മാസത്തിൽ നടക്കാൻ തുടങ്ങിയതാണ് മാം. ഞാൻ വളർത്തിയത് എന്റെ മകള് 8ാം മാസം നല്ലോണം ഓടിക്കളിച്ച് നടക്കാൻ തുടങ്ങി എന്റെ മോള്. നോർമലി കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 1 വയസ്സ് മുതലാണ്. സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് വിട്ട് നമ്മളുടെ കൈകളൊക്കെ വിട്ട് ഇനി നടന്നു തുടങ്ങുന്നത് വാട്ട് ഏജിലാണ്? അതായത് 12ാം മാസത്തിലാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ നടത്തത്തിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ തല്ലി പിടിക്കാനാണെങ്കിൽ നമുക്ക് തല്ലി പിടിക്കാം, പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് കുഞ്ഞ് നടന്നു തുടങ്ങുന്നത് എപ്പോഴാണ്? 1 വയസ്സാവുമ്പോഴാണ് അല്ലെ? പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോ ജ്യോതി പറഞ്ഞ പോലെ ജ്യോതിയുടെ കുട്ടി 8ാം മാസത്തിൽ നടന്നു അല്ലെ? അതേപോലെ പലരും വേരിയേഷൻസ് ഉണ്ടാവും. എങ്കിലും നമ്മുടെ പഠനപരമായിട്ട് തെളിയിച്ചിട്ടുള്ളത് എന്താണ്? 12 വയസ്സാണ് മാക്സിമം കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായിട്ട് നടന്നു തുടങ്ങുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ 12 മാസം എന്ന് പറഞ്ഞത് ആൻസർ. ഓക്കെ, അപ്പൊ എന്താണ് ഞാനിപ്പോ ചോദ്യം തന്നെ എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടാവും പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോമൺ സെൻസ് വെച്ചിട്ട് എഴുതേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു കൺഫ്യൂഷൻ തോന്നും. അപ്പൊ കൺഫ്യൂഷൻ തോന്നുമ്പോൾ എന്താണ്? ക്വസ്റ്റ്യൻസ് 2-3 പ്രാവശ്യം വായിച്ചു വെക്കണം. പെട്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതാണ് ആൻസർ എന്ന് തോന്നും, പക്ഷെ അതായിരിക്കില്ല ആൻസർ. അപ്പൊ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്? പലതരത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മള് സിറ്റുവേഷൻ ബേസ് ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ കുട്ടികളെ മാത്രമല്ല ആലോചിക്കേണ്ടത്, മറ്റ് എല്ലാ കുട്ടികളും വ്യത്യസ്തത ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ വെച്ച് ആലോചിക്കുമ്പോൾ അതാണ് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമെങ്കിലും പിന്നീട് ഒന്നും കൂടി ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ എന്താണ്? അതല്ല ആൻസർ. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പറ്റണം കേട്ടോ. അത് ഏത് ക്വസ്റ്റ്യൻ ആയാലും, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഏത് ചോദ്യമാണെങ്കിലും പെട്ടെന്ന് കയറിയിട്ട് ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിക്കട്ടെ, ഇപ്പൊ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ വക്താവ് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? സോഷ്യൽ ലേണിംഗ് തിയറിയുടെ സോഷ്യൽ ലേണിംഗ് തിയറി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നാണോ മിസ്? ഞാൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞുപോയി. അതെനിക്കറിയില്ല. സോഷ്യൽ ലേണിംഗ് ആൽബർട്ട് ബന്ദൂരയാണ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ വക്താവ് ആരാണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഫാദർ ആരാണ്? സിഗ്മണ്ട് ഫ്രോഡ് ആണോ? അല്ലേ? ഡെവലപ്മെന്റ് ഫ്രോയിഡ് ഡിഫൻസ് മെക്കാനിസം ആണ്. ജീൻ പിയാഷെ ആണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഒക്കെ പഠിച്ച ആൾക്കാരാണ് ഈ പൊട്ടത്തരം പറയുന്നത്. എന്താ? അപ്പൊ അതാണ് പ്രശ്നം. എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും, പെട്ടെന്ന് പോയി കുത്തി. ഇപ്പൊ കുറെ പിള്ളേര് സോഷ്യൽ ലേണിംഗ് തിയറി ജീൻ പിയാഷെ എന്ന് പറഞ്ഞ് കുത്തി കുറെ പേര് 6th and 7th പിള്ളേരുടെ കാര്യമായിട്ട് പറയുന്നത് ആൻസർ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ പിന്നെ നമ്മളുടെ വേണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു ധാരണ തന്നതാണ് കേട്ടോ.
പഠിച്ചത് തന്നെ വരും എന്നൊന്നും വിചാരിച്ച് ആരും ഇരിക്കരുത്. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഓക്കെ, പിന്നെ ചിലപ്പോ വേറൊരു ചോദ്യം പറയാം. ഇപ്പൊ നിങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു ചോദ്യം ടീച്ചർ തന്നാൽ നിങ്ങൾക്ക് കാണുന്നു തോന്നുന്നു. സൈക്കോളജിയുടെ കുറച്ച് ഡെഫിനേഷൻസ് കൊടുക്കും. എന്നിട്ട് ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയ ഡെഫിനേഷൻ ഏതാണ്? നമുക്ക് വായിച്ചു നോക്കുമ്പോൾ സംഭവം മനസ്സിലാവും കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാവും എന്താണെന്ന് വ്യക്തമായിട്ട് കൊടുക്കും. ബാക്കി 4 ഓപ്ഷൻ, ബാക്കി 3 ഓപ്ഷൻ അതായിരിക്കില്ല. ഒരു ഓപ്ഷൻ മാത്രം എന്താണ് സൈക്കോളജിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് അത് വായിച്ചറിയാൻ പറ്റണം നിങ്ങൾക്ക്. യെസ്, അപ്പൊ ധൃതി പിടിച്ച് അതിന് പരീക്ഷയ്ക്കൊന്നും ഇരിക്കരുത്. ഇത് വായിച്ചു നോക്കി പെട്ടെന്ന് ആൻസർ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കുറെ പിള്ളേര് മണ്ടത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതല്ല അതാണെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒറ്റയടിയിൽ കുത്തി ആ ഓപ്ഷൻസ് ഒക്കെ തിരിച്ചിരുന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞത് അത് തെറ്റാണ്, നമ്മുടെ തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ ആളുടെ ആൻസർ തെറ്റാണ്, ആള് തെറ്റിച്ച് വെച്ചൊക്കെയാണ്. പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യം, കുട്ടികളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. കുട്ടികളുടെ ഇമോഷൻസ് റെഗുലർ ആൻഡ് സിവിയർലി ആയിരിക്കും. റെഗുലർ ആൻഡ് സിവിയർലി ആയിരിക്കും, പെട്ടെന്ന് ഷിഫ്റ്റ് ആവും. പിന്നെന്താണ്, പിന്നെന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇമോഷൻസിന് കുട്ടികളുടെ? പെർമനന്റ് അല്ല അല്ലെ, ഇമോഷൻസ് അവരുടെ പെർമനന്റ് അല്ല. അപ്പൊ ഇങ്ങനെ തന്നിട്ട് ഓൾ ഓഫ് ദി അബോവ്. അപ്പൊ നിങ്ങൾ ഇത് ആൻസർ ചെയ്യും. ആ കുട്ടി എന്ത് ചെയ്തു? റെഗുലർ ആണ്, അതാണെന്ന് പറഞ്ഞ് അത് മാത്രം അങ്ങ് ടിക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്തു. ആൻസർ വരുന്നത് തെറ്റി, പക്ഷെ പറയുന്നത് നമ്മുടെ തെറ്റാണ്. നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഓൾ ചെയ്താൽ മതി. പക്ഷെ കുട്ടി എന്ത് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല, അതാണ് തെറ്റെന്ന് പറഞ്ഞിരിക്കാൻ. പറഞ്ഞില്ലേ ടെൻഷൻ അടിക്കുന്ന കാര്യം എക്സാം ഹോളില്. ഞങ്ങൾക്ക് ഇത്തവണ പകുതി പേർക്കും അതാ പറ്റിയത്. മിസ് വേണേ ചോദിച്ചു നോക്കാം. ഞങ്ങള് ക്യാമറ ഓണാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വിയർത്ത് ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. ഞാൻ അറിയുന്നതൊക്കെ തെറ്റിച്ച്, സ്പീഡൊക്കെ തെറ്റി. എന്റെ സ്പീഡ് എന്നല്ലോ ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് സിമ്പിൾ. അതൊക്കെ സാറിന്റെ കൂടെ സൗണ്ട് കേട്ടപ്പോ കൈയൊക്കെ എന്തായിരുന്നു, വല്ലാത്തൊരു ഫീൽ ആയിപ്പോയി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. അതെ, ഓക്കെ. ഒരു മനസ്സിലായില്ലേ പരീക്ഷ എങ്ങനെയായിരിക്കും? ശരിയായിരിക്കും. അടുത്ത എക്സാമിന് ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. നാളെ എന്തോ സൈൻ ഔട്ട് ഉണ്ട്, ഞാനാണെന്ന് പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടായിരുന്നു. 95ന്റെ കോൺവോക്കേഷൻ പ്രോഗ്രാം ആണ്. 95 ബാച്ച്. അത് കഴിഞ്ഞ 6, 7, 8 ഇങ്ങനെ കുറെ വരും. പെട്ടെന്നായിരുന്നു. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോ. ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനൊരു കുറച്ച് കാര്യങ്ങളായിരുന്നു പറയാൻ വെച്ചിരുന്നത്. ഇപ്പൊ സമയം പോയില്ലേ, അതുകൊണ്ട് ഞാനൊരു തോട്ട്സ് പറഞ്ഞു നിർത്താം. ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ എന്നാണ് ഞാൻ, അത് കുറച്ച് കാര്യങ്ങൾ പറയാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇനിയിപ്പോ സമയം പോയില്ലേ മാം? ഇന്ന് അടുത്ത ക്ലാസ്സിൽ പറയാൻ മതി. ശരി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ മാം. ഞാനൊരു തോട്ട്സ് Every day is special if you think. Every moment is memorable if you feel. Everyone is unique if you see. Life is beautiful if you live. Thank you, ma'am. Thank you for your wonderful class. Thank you. Thank you. Okay, bye.